ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ലൈവ് സെഷനിലോട്ട് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് BCOC 132 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബികോമുകാരുടെ ഒരു മെയിൻ പേപ്പറാണ് BCOC 132 എന്ന് പറയുന്നത്. സിമ്പിൾ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള വേറൊരു പേപ്പർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം +2 ബിസിനസ് സ്റ്റഡീസൊക്കെ പഠിച്ചു വന്നവരാണ് നമ്മൾ. നമുക്കൊക്കെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ് ഇതെന്ന് പറയുന്നത്. കാരണം നമ്മൾ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെ പേരൊക്കെ മാറ്റി നല്ല വൈബിൽ ചെയ്തു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമുള്ള ഈ ഒരു പേപ്പറിന് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് പഠിക്കാൻ സാധിക്കും. സോ നമ്മളുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഈ ഒരു ലൈവിലോട്ട് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ലൈവ് സെഷൻ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രീവിയസ് എക്സാംസും കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്രീവിയസ് എക്സാംസും കാര്യങ്ങളൊക്കെ? നന്നായിട്ട് എഴുതി എല്ലാവരും? ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാംസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ടീച്ചേഴ്സ് ആയിരുന്നു നിങ്ങൾക്ക് ലൈവ് സെഷൻസ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പേപ്പർ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും. അപ്പോൾ നേരത്തെ പറയുകയാണ്, നമ്മുടെ ഈ ഒരു ലൈവ് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ത്രൂ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതിന് ജോയിൻ ചെയ്യുക. പുട്ട് ഓൺ പാസ് ഓൺ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വോയിസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സം ഈസി ബട്ട് സം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇതിൽ റിപ്പീറ്റഡ് ആയിട്ടാണ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയറിലെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോഴും ഏകദേശം കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് നേച്ചറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്താണ് കൊമേഴ്സ്? വാട്ട് ഈസ് കൊമേഴ്സ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് മെയിൻ ഫങ്ഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഇൻ ദ മോഡേൺ എക്കോണമി. എന്താണ് ബിസിനസ്, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൊമേഴ്സ്, എന്താണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻസ്, എന്താണ് മോഡേൺ എക്കോണമിയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത്. നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സുകൾ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിവിഷൻ എന്നുള്ള രീതിയിലും കൂടിയാണ് നമ്മൾ ഈ ഒരു സെഷൻസ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എക്സാമിനോട് അടുപ്പിച്ച് ക്ലാസ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് കൊമേഴ്സ്? നമുക്കറിയാം, കൊമേഴ്സ് എന്ന് പറയുന്നത് ബിസിനസിൻ്റെ ഒരു ഭാഗമാണ്. കൊമേഴ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ഓഫ് ബിസിനസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ആണ്. ആൻഡ് ഇറ്റ്സ് ഡീൽസ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമേഴ്സിലോട്ട് എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഏതിലൂടെ ചെയ്യുന്നത്, നമ്മളുടെ കൊമേഴ്സിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്ട് യു മീൻ ബൈ അല്ലെങ്കിൽ വാട്ട് ഈസ് കൊമേഴ്സ് എന്ന് വെച്ചാൽ ഡെഫിനിഷൻ ഒന്നല്ല. അപ്പോൾ നമുക്കറിയുന്ന രീതിയിൽ നമുക്കതിനെ ആൻസർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രേഡ് ആൻഡ് ഓൾ ആക്ടിവിറ്റീസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ട്രേഡ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ഉണ്ട്, അതുപോലെ തന്നെ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സപ്പോർട്ടിങ് എന്താണ് അതിന് വരുന്ന ആക്ടിവിറ്റീസും, അതായത് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസ്, അഡ്വർടൈസ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, പാക്കിംഗ്, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത്, കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ the commerce ensure that
goods are available to consumer at a right place, right time and right quantity. അപ്പോൾ കൊമേഴ്സ് എന്താണ് എൻഷുർ ചെയ്യുന്നത്? റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ കൺസ്യൂമറിന് ഡെലിവർ ആവുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഏതിലൂടെ നോക്കുന്നത്? കൊമേഴ്സിലൂടെ നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്? The commerce refers to all activities involved in exchange and distribution of goods and services. It's a link between production and consumption by removing barriers of place, time, finance, risk and information. കൺസ്യൂമറുടെ കയ്യിലോട്ട് ഈ പ്രൊഡക്റ്റ് എത്തിക്കുന്നത് ഏതിലൂടെയാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊമേഴ്സിലൂടെയാണ്. ആൻഡ് നെക്സ്റ്റ് നമ്മളോടുള്ള അതിൻ്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കൊമേഴ്സിന്റെ മെയിൻ ഫങ്ഷൻസ് എന്നുള്ളതാണ്. വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ് എന്നുള്ളതാണ്. എന്തായിരിക്കും മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് കാര്യം പറയുന്നത് ട്രേഡ് ആണ്. ട്രേഡ് ആണ് ഫസ്റ്റത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. എന്താണ് ട്രേഡ് പറഞ്ഞു നോക്കൂ. ദ ട്രേഡ് ഇൻവോൾവ്സ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. മെയിൻ ഫങ്ഷൻ എന്താ? ട്രേഡ് ആണ്. സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള എന്തെന്ന് പറയുന്നത് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഇതിൽ വിത്ത് ഇന്റേണൽ ഉണ്ടാവാം, എക്സ്റ്റേണൽ ഉണ്ടാവാം. രണ്ട് കൺട്രീസ് തമ്മിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ തന്നെ ഉള്ളതാവാം. രണ്ട് തരത്തിലുള്ളത് വേണമെങ്കിലും ഉണ്ടാവാം എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് കൊമേഴ്സിന്റെ ഏറ്റവും ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ട്രാൻസ്പോർട്ട് ആണ്. എന്താ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ഉണ്ടാക്കിയ സ്ഥലം, ഇപ്പോൾ കൊച്ചിയിലാണ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് കൊച്ചിയിലാണ്, പക്ഷെ നമ്മൾ കിടക്കുന്നത് എവിടെയാണ്? ഇവിടെ വയനാടാണ് കിടക്കുന്നത് വിചാരിക്കാം. നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടണ്ടേ? ഇതെങ്ങനെയാണ് കിട്ടുക? ട്രാൻസ്പോർട്ടേഷൻ ത്രൂ ആണ് അല്ലേ? അതായത് നമുക്ക് ഗതാഗത മാർഗങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ ഇവിടോട്ട് എത്തണം. അപ്പോൾ നമുക്ക് എവിടെയാണോ ഇത് ഉണ്ടാക്കുന്നത് അവിടെ നിന്ന്, അതായത് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കൺസ്യൂമറിലോട്ട് എത്തിക്കുന്നത് ഏതിലൂടെയാണ്? ഈ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ മേഖലയിലൂടെ. അതിൽ റോഡ്, റെയില്, വാട്ടർ വേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് ഏതെന്ന് പറയുന്നത് കൊമേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഗുഡ്സ് കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് എന്താണ് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് കൺസ്യൂമറുടെ കയ്യിലോട്ട് എത്തിക്കുക എന്നുള്ളതും എന്തിൻ്റെ ഫംഗ്ഷനാണ്? കൊമേഴ്സിന്റെ ഫംഗ്ഷനാണ്. തേർഡ് ഫംഗ്ഷൻ വെയർ ഹൗസിങ്. എങ്ങനെ വെയർ ഹൗസിങ് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് കൊമേഴ്സിന്റെ ഫംഗ്ഷൻ ആവുന്നത്? നോക്കൂ, വെയർ ഹൗസിങ് റിമൂവ്സ് ദ ബാരിയേഴ്സ് ഓഫ് ടൈം ബൈ സ്റ്റോറിങ് ഗുഡ്സ് അണ്ടിൽ ദേ ആർ റിക്വയർഡ് ബൈ ദ കൺസ്യൂമർ. കൊമേഴ്സിലൂടെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എനിക്കിപ്പോൾ 1 കിലോ മീൻ വേണം, അപ്പൊ കടലിൽ പോയിട്ട് പിടിച്ചുകൊണ്ടുവരികയാണ് അല്ല, അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ദാറ്റ്സ് വെയർ ഹൗസിങ്. അപ്പോൾ കൊമേഴ്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വെയർ ഹൗസിൽ അവിടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ മീൻ വേറെ എന്തെങ്കിലും സാധനമാണെങ്കിൽ അത് അത്തരത്തിൽ നമ്മൾ എടുത്തു വെക്കുകയും എപ്പോഴാണോ കൺസ്യൂമറിന് ആവശ്യം വരുന്നത് ആ സമയത്ത് അത് സെല്ല് ചെയ്യുകയും ചെയ്യും. അപ്പം അതിനെ സൂക്ഷിച്ച് എന്ത് ചെയ്യുക? കാത്തു സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതും എന്താണ് നമ്മുടെ കൊമേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. ശ്രദ്ധിച്ച്, ഒക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, പക്ഷെ എക്സാമിന് നമ്മൾ എഴുതുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ആണ്. എന്താണ് ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് എന്ന് പറയുന്നത്? നോക്കൂ, ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് എങ്ങനെയാണ്? നമുക്ക് ദ ബാങ്ക് പ്രൊവൈഡ്സ് ലോൺ, ക്രെഡിറ്റ് ആൻഡ് പേയ്മെന്റ് ടു ഫെസിലിറ്റേറ്റ് ദ ഹെൽപ്പ് ബിസിനസ് ടു ഓപ്പറേറ്റ് സ്മൂത്ത്ലി. നമ്മൾ പറഞ്ഞു ഈ ബാങ്കും ഇൻഷുറൻസും ഒക്കെ ഇതിന്റെ എന്താണ് സപ്പോർട്ടിങ് ആക്ടിവിറ്റീസ് ആണ്. ഇതിലൂടെ നമുക്ക് എന്ത് പറ്റും? ബിസിനസ്സിന്റെ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ചെയ്യാനും കൺസ്യൂമറിലോട്ട് ഈ പ്രൊഡക്റ്റ് എത്തിക്കാനും സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇൻഷുറൻസ് ആണ്. എന്താണ് ചെയ്യുന്നത്? ദ ഇൻഷുറൻസ് പ്രൊട്ടക്ട് ദ ബിസിനസ് അഗൈൻസ്റ്റ് ലോസസ് അറൈസിങ് ഫ്രം ഫയർ, തെഫ്റ്റ്, ആക്സിഡന്റ് ആൻഡ് അതർ റിസ്കിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതും മറ്റൊരു ഫംഗ്ഷനാണ്. നെക്സ്റ്റ് അഡ്വർടൈസിങ്. അഡ്വർടൈസ്മെന്റ് ഒരു ഫംഗ്ഷൻ ആണ്. എന്താണ് പറയുന്നത് നോക്കൂ, അഡ്വർടൈസ്മെന്റ് ഇൻഫോം കസ്റ്റമേഴ്സ് അബൌട്ട് ദ പ്രൊഡക്ട്സ് ആൻഡ് ഇൻക്രീസ് സെയിൽസ് ബൈ ക്രിയേറ്റിംഗ് അവയർനെസ്. അഡ്വർടൈസിങ്ങിലൂടെ കൊമേഴ്സിന്റെ ഒരു ഫംഗ്ഷനാണ് അഡ്വർടൈസ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെ അഡ്വർടൈസിന്? നമ്മളുടെ ഈ കൺസ്യൂമറിലോട്ട്
പ്രൊഡ്യൂസർ ഉണ്ടാക്കുന്ന ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യും, നമ്മൾ അഡ്വർടൈസിലൂടെ വിവരങ്ങൾ കാര്യങ്ങൾ കൊടുക്കുകയും അവർ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പ്രചോദിപ്പിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ ബൂസ്റ്റ് പറയുമ്പോൾ ധോണി, വിരാട് കോഹ്ലി ഇവരൊക്കെ ബൂസ്റ്റിന്റെ പരസ്യത്തിൽ വരാറുണ്ട്. എന്താണ് അവിടെ കാണിക്കുന്നത്? അവരെ ആ ഒരു അഡ്വർടൈസ്മെന്റിലൂടെ എവിടെയോ ഉണ്ടാക്കുന്ന ബൂസ്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മളെ ആരൊക്കെയോ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ വരുന്നത്. അതാണ് അഡ്വർടൈസ്മെന്റ് എന്നുകൊണ്ട് പറഞ്ഞത്. ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. മോഡേൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്ത് ചെയ്യണ്ടേ, ബിസിനസ്സിനെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ക്വിക്ക്ലി എക്സ്ചേഞ്ച് ചെയ്യാനും നല്ല ബെറ്റർ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് എഴുതേണ്ടത്, ഫങ്ഷൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഫങ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 1 ട്രേഡ് ആണ്, 2 ട്രാൻസ്പോർട്ടേഷൻ, 3 വെയർ ഹൗസിംഗ്, 4 ബാങ്കിങ് ആൻഡ് ഫിനാൻസിങ്, 5 ഇൻഷുറൻസ്, 6 അഡ്വർടൈസ്മെന്റ്, 7 കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കൊമേഴ്സിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, എന്താണ് ഈ കൊമേഴ്സിലെ മോഡേൺ വേൾഡിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ്? വൈ ദ കൊമേഴ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ മോഡേൺ എക്കോണമി? മോഡേൺ എക്കോണമിയിൽ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? കൊമേഴ്സ് ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റില്ല, കൊമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ചോദ്യം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ക്ലാസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ എക്സാം ഡേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മെഗാ ലൈവ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഗാ ലൈവ് ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിലൂടെ അതിൻ്റെ നോട്ട്സ് എന്തായാലും തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബാക്ക് ടു ക്ലാസ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ്, ഫെസിലിറ്റേറ്റ് സ്മൂത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. അതായത് കൊമേഴ്സ് എന്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്? സ്മൂത്ത് ആയിട്ട് ഗുഡ്സ് വൺ പ്ലേസ്, അതായത് ഒറിജിൻ പ്ലേസിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലത്തിൽ നിന്ന് കൺസ്യൂമറിലോട്ട് എത്തുന്നു, അല്ലെങ്കിൽ ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് കൺസ്യൂമറിലോട്ട് എത്തുന്നു. കൃത്യമായുള്ള സ്മൂത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്തുകൊണ്ട് മാത്രം നടക്കുന്നത്? കൊമേഴ്സ് ഉണ്ടാകേണ്ട. ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്ന അവിടെ പോയി നമ്മൾ ഗുഡ്സ് വാങ്ങി ഉപയോഗിക്കാൻ എല്ലാവരും ഒന്നും വാങ്ങോ? ഇല്ല. 10 ഗുഡ്സ് ഉണ്ടാക്കി ഒന്നേ വിറ്റ് പോകാൻ ചാൻസ് ഉണ്ടാവുള്ളൂ. അതാണ് ഫസ്റ്റത്തെ ഇമ്പോർട്ടൻസ്. 2, ഇറ്റ്സ് പ്രൊമോട്ട് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്. കൊമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡൊമസ്റ്റിക്, അതായത് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയും മറ്റ് കൺട്രീസിൽ നിന്നുള്ള ഇന്റർനാഷണൽ ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നു. 3, ജനറേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ശരിക്കും ഈ കൊമേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഉണ്ടാക്കുന്ന വ്യക്തി, ഇവിടെ എന്താണുള്ളത്? വാങ്ങുന്ന ആൾക്കാർ. ഇവിടെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഇവിടുന്ന് വാങ്ങുക. ഇതിപ്പോൾ ഇവിടെ ഇത് ഉണ്ടാക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് പോയിട്ട് നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങുന്നു വരുന്നു. ഇവിടെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വാങ്ങാൻ പോലും കുറവായിരിക്കും. അപ്പോൾ സ്മൂത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് എന്ത് വേണം? കൊമേഴ്സ് വേണം. ഈ കൊമേഴ്സ് ഇവിടെ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് കൊമേഴ്സ് എന്ന് പറഞ്ഞത് റീറ്റെയിലേഴ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, ഏജന്റുമാരടക്കം. അപ്പം ഇവർ അടക്കം ഉള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നഷ്ടമാവും എന്തില്ലെങ്കിൽ? കൊമേഴ്സ് ഇല്ലെങ്കിൽ. അപ്പോൾ കൊമേഴ്സ് ഉണ്ടായത് കൊണ്ടാണ് ഈ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് വെൻ വി യൂസ് കൊമേഴ്സ് ഇറ്റ് ജനറേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. അവിടെ എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് 3ാമത്തെ പോയിന്റ്. ആൻഡ് 4ാമത്തത്, ഇറ്റ്സ് ഇൻക്രീസ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മളുടെ ഓരോ ഇതിൽ നിന്നും നമ്മുടെ നാഷണൽ ഇൻകത്തിലൂടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നൊരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സും റീറ്റെയിലേഴ്സ് മേഖലയാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ഇൻകത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കൊമേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് സപ്പോർട്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം ഓവറോൾ ഓരോ സ്ഥലത്ത് നേരം ഇൻഡസ്ട്രീസ് കാര്യങ്ങൾ വരണം, പുതിയ ബിസിനസ് കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവിടെ കൊമേഴ്സ് ഉണ്ടാകണം. കാരണം ബിസിനസിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ദാറ്റ് നമുക്കൊന്നും സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ പ്രൊഡക്ട്സുകൾ വിൽക്കാൻ സാധിക്കില്ല, ഇത് വാങ്ങാൻ ആളുണ്ടാവില്ല, വിൽക്കാൻ ആളുണ്ടാവില്ല എന്നുള്ള സിറ്റുവേഷൻ വരും. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്? എന്താണ്? നമ്മളുടെ കൊമേഴ്സ് ആണ്. ആൻഡ് ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമുക്ക് ജോലി കിട്ടുന്നു, നമുക്ക് നല്ല സാലറി കിട്ടുന്നു, ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുന്നു.
നെക്സ്റ്റ് എൻകറേജ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. എന്ത് ചെയ്യുന്നുണ്ട്? സ്പെഷ്യലൈസേഷൻ, ചില പ്രൊഡക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതിന് വേണ്ടും ലാർജ് അല്ലേ, നമുക്ക് കൊമേഴ്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ ഗുഡ്സ് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യേണ്ട കാര്യമല്ല. അവർ വെയർ ഹൗസിൽ അവർ സ്റ്റോർ ചെയ്യും, നമുക്ക് പല രീതിയിൽ എന്ത് ഇത് സെല് ചെയ്യാൻ സാധിക്കും, കുറേ കസ്റ്റമേഴ്സിലോട്ട് ഇത് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ്റെ പ്രത്യേകത എന്താണ്? വേൾഡിൽ സിംഗിൾ മാർക്കറ്റ് ആക്കി മാറ്റാനല്ലേ, ആ ഒരു സിസ്റ്റത്തിലൂടെ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഗുഡ്സ് കാര്യങ്ങൾ, എവിടുത്തെ ഗുഡ്സ് കാര്യങ്ങൾ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഈ കൊമേഴ്സിലൂടെ. അതുകൊണ്ട് തന്നെ ഈ മോഡേൺ എക്കോണമിയിൽ കൊമേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എന്താണ് കൊമേഴ്സ്, എന്താണ് അതിൻ്റെ ഫങ്ഷൻസ്, എന്താണ് അതിൻ്റെ മോഡേൺ എക്കോണമിയിൽ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ശ്രദ്ധിച്ച് പഠിക്കണം. നമ്മൾ പറയുന്ന സമയത്ത് ഇതാണോ, ഇതെനിക്കറിയാം, ഇത് സിമ്പിളാ, അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് വരും. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അറിയുന്ന പോയിന്റാണ് ഇതിൽ മൊത്തം പഠിക്കാല്ലേ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എന്താണ് കമ്പനി? ഡിഫൈൻ കമ്പനി ആൻഡ് ഇറ്റ്സ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് കമ്പനി? ഡിസ്ക്രൈബ് ഇറ്റ്സ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. കമ്പനി എന്താ? രണ്ട് വ്യക്തികളിലെ കൂടി ചേർന്നുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ബിസിനസ് ആണ് കമ്പനി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള കമ്പനി ഉണ്ട്. പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട്, ഡീംഡ് കമ്പനി ഉണ്ട്, 1 പേഴ്സൺ കമ്പനി ഉണ്ട്, പലതരത്തിലുള്ള കമ്പനീസ് ഉണ്ട് അല്ലേ. നമ്മുടെ 2013 കമ്പനീസ് ആക്ടിലെ ഏറ്റവും വലിയ പ്രത്യേകതയിലൂടെ വന്നിട്ടുള്ള കമ്പനി ആയിരുന്നു 1 പേഴ്സൺ കമ്പനി. അവിടെ ഒരു ഒറ്റ ഒരാൾ എന്ത് ചെയ്യുക, ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലുള്ളതാണ് ഒരു 1 പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. നോക്കൂ, എന്താ കമ്പനി എന്ന് പറഞ്ഞാൽ, a company is one of the most popular form of business organization and it is formed under the Companies Act. A company formed and registered under the Companies Act is called a company. ഒരു കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ നമ്മൾ എ ബിസിനസ് ദാറ്റ് ഈസ് ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് ഈസ് കോൾഡ് കമ്പനി. അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതായത് ഈ കമ്പനി വേറെ, അതിൻ്റെ മെമ്പേഴ്സ് വരെ രണ്ടും രണ്ടായിരിക്കും. കമ്പനിക്ക് സ്വന്തമായിട്ട് സീൽ ഉണ്ടാവും, കമ്പനിക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്, എക്സിസ്റ്റൻസ് ഉണ്ട്. കമ്പനീൻ്റെ ലൈഫ് എന്ന് പറഞ്ഞത് എന്ത് ചെയ്യാണ്, ലോങ് ടൈമിലോട്ടുള്ളതാണ്, പെട്ടെന്നൊന്നും വൈൻഡപ്പ് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മളുടെ മെമ്പേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മരിച്ചുപോയി എന്ത് സംഭവിച്ചാലും കമ്പനി ലോങ് ടൈമിലോട്ട് എക്സിസ്റ്റ് ചെയ്ത് പോവും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കമ്പനിക്കുണ്ട്. അപ്പോൾ ലാർജ് ബിസിനസ് ഒക്കെ ജനറലി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ ജനറലി അഡോപ്റ്റ് ഫ്രം ദിസ് ഫോം ഓഫ് ബിക്കോസ് ഇറ്റ് അലൗസ് ടു റേസ് ദ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കണ്ടിന്യൂ ബിസിനസ് വിത്തൗട്ട് ഇൻട്രപ്ഷൻ. കമ്പനിക്ക് എന്ത് ചെയ്യാം, ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് പബ്ലിക്കിൽ നിന്ന് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കും, കമ്പനി ഫോം ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അതാണ് കമ്പനി എന്ന് പറയുന്നത്. എന്താണ് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? കമ്പനിക്ക് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. കാരണം നമുക്കത് ശ്രദ്ധിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്കത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടായിരിക്കും. കമ്പനിക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും, കോൺട്രാക്ട്സിൽ ഏർപ്പെടാൻ പറ്റും, വേറൊരാൾക്ക് കേസ് കൊടുക്കാനും വേറൊരാൾക്ക് കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കാനും സാധിക്കും. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കമ്പനി ആണെങ്കിൽ ഞാൻ ഇതിലെ മെമ്പറാണ്, ഇത് കമ്പനി, ഞാനിത് കമ്പനീൻ്റെ ഫോം ചെയ്തൊരു മെമ്പറാണ്, ഞാൻ വേറെ കമ്പനി വേറെ, രണ്ടും രണ്ടാണ്. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണ് രണ്ടു പേർക്കും ഉണ്ടാവുന്നത്. രണ്ടും രണ്ടാണ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റത്തെ കേസ്, ദാറ്റ് ഈസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. കമ്പനിയുടെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. രണ്ടാമത്തെ ആണ് പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. എന്താണ് പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് the company continues to exist regardless of change in the
മെമ്പർഷിപ്പ് ഡ്യൂ ടു ഡെത്ത്, റിട്ടയർമെന്റ്, ഇൻസോൾവൻസി. അതായത് ഞങ്ങളൊരു 10 പേര് കൂടി ചേർന്നിട്ടാണ് കമ്പനി ഫോം ചെയ്തിട്ടുള്ളത്. ആ കമ്പനിയിൽ 3 പേര് ഒരു ആക്സിഡന്റിൽ മരിച്ചു, ഒരാൾ റിട്ടയർ ചെയ്ത് പോയി, ഒരാൾ ഇൻസോൾവെന്റ് ആയി, പാപ്പരായി, 5 പേര് പോയി, ബാക്കി 5 പേരുള്ളൂ. ദിസ് കമ്പനി സ്റ്റിൽ കണ്ടിന്യൂ. അവിടെ എന്ത് ചെയ്യില്ല, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യില്ല. കമ്പനിക്ക് കറക്റ്റ് വൈൻഡ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വൈൻഡിങ് അപ്പ് ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് എല്ലാ മെമ്പേഴ്സ് കൂടി ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ കൂടി അത് വൈൻഡിങ് അപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉത്തരവിലൂടെ, അല്ലെങ്കിൽ രജിസ്ട്രാറോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കമ്പനി ലോങ് ടൈമിലോട്ട് മൂവ് ചെയ്യും. അത് പറയുന്നതാണ് പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. The company exists or continue to exist regardless of change in membership due to death, insolvency and retirement. അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. എന്താ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്? The liability of shareholders is limited to the amount of unpaid on their share. അതായത് ഇപ്പം ഞാനൊരു 100 രൂപയുടെ ഷെയർ ആണ് വാങ്ങിയിട്ടുള്ളത്. ഓൾറെഡി കമ്പനിക്ക് ഞാൻ 60 രൂപ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 1000 ഷെയർസ് എൻ്റെ കയ്യിലുണ്ടോ, 60 രൂപ വെച്ചിട്ട് 1000 ഷെയർസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനി 40 രൂപയും കൂടിയാണല്ലോ ഞാൻ കൊടുക്കാനുള്ളത്. ഇപ്പം ഈ കമ്പനിക്ക് വലിയൊരു ഹ്യൂജ് ലോസ് വന്നു വിചാരിക്കാം, ഒരു 10,000 കോടി രൂപയുടെ ലോസ് വന്നു. ഈ 10,000 കോടിക്കും ഞാൻ അതിൻ്റെ ഒരു വൺ ഓഫ് ദി ഓണർ ആണ്, അല്ലെങ്കിൽ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ ഈ 10,000 കോടിക്കും ഞാൻ എന്തല്ല, ബാധ്യസ്ഥനല്ല. എൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഈ 100ൽ ഞാൻ 60 കൊടുത്തു, ബാക്കി 40 ഉള്ളല്ലോ. ഒരു ഷെയറിന് 40 രൂപ വെച്ച് 1000 ഷെയറിന്, അതായത് 40 × 1000, അതാണ് എൻ്റെ ബാധ്യത എന്ന് പറയുന്നത്. അത് ആ ഒരു എമൗണ്ട് തൊട്ട് ഫിക്സഡ് ആയിരിക്കും. എത്രയാണോ എൻ്റെ അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയർ ബാലൻസ് ഉള്ളത് അത്ര എനിക്ക് എന്തുണ്ടാവുള്ളൂ, ബാധ്യത ഉണ്ടാവുകയുള്ളൂ. അത് ലിമിറ്റഡ് ആണ് എന്നാണ് അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ്, ദാറ്റ് ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി. അതാണ് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത്. നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതായത് നിയമപരമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എക്സിസ്റ്റൻസ് ഉള്ള ഒരാളാണ് കമ്പനി എന്ന് പറയുന്നത്. അതായത് നിയമത്തിന്റെ മുന്നിൽ ഒരു വ്യക്തി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കമ്പനിയെയും കണക്കാക്കുക. അതായത് കമ്പനിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, മറ്റൊരാൾക്ക് കമ്പനിക്ക് എതിരെ കേസ് കൊടുക്കാം, കമ്പനിക്ക് കേസ് കൊടുക്കാം. അതായത് ഒരു ഹ്യൂമൻ എന്തൊക്കെ ചെയ്യുന്നു ആ കാര്യങ്ങളിലൊക്കെ എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ലോസ് ഒക്കെ കമ്പനിക്കും ബാധകമായിരിക്കും. ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും കമ്പനി ചെയ്യാൻ പാടില്ല. അപ്പോൾ കമ്പനിയും നിയമത്തിന് മുന്നിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് കമ്പനി ഹാവ് എ കോമൺ സീൽ. ഓരോ ഇൻഡിവിജ്വലിനും എന്തുണ്ടാവും, അവരുടേതായിട്ടുള്ള സൈൻ ഉണ്ടാവും. അതേപോലെ തന്നെ കമ്പനിക്കും എന്തുണ്ടാവും, അവരുടേതായിട്ടുള്ള കോമൺ സീൽ ഉണ്ടാവും. കോമൺ സീൽ എന്ന് പറഞ്ഞത് ഒഫീഷ്യൽ സിഗ്നേച്ചർ ആയിരിക്കും ആരുടെ, കമ്പനിയുടേതെന്ന് പറഞ്ഞത്. അപ്പോൾ കമ്പനീൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സിലെല്ലാം എന്തുണ്ടാവും, ഈ കോമൺ സീൽ ഉണ്ടാവും. നിങ്ങൾ പറയൂ, ഏതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അതിൻ്റെ പേരറിയെങ്കിൽ എഴുതാൻ. മാഗ്ന കാർട്ട എന്ന ആ ഡോക്യുമെന്റ് നമ്മൾ വിളിക്കാറുണ്ട്. ഒരു കമ്പനിയെ സംബന്ധിച്ച് 2 ഡോക്യുമെന്റിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് എന്താണോ പേര് അത് നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് ആറാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് പറഞ്ഞത്? ഫീച്ചറും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിച്ചത് എഴുതാം കേട്ടോ. ആറാമത്തെ എന്താ പറഞ്ഞത്? സെപ്പറേറ്റ് പ്രോപ്പർട്ടി. എന്താണ് പറഞ്ഞത്? ദ കമ്പനീസ് അസെറ്റ്സ് ബിലോങ്സ് ടു കമ്പനി ഇറ്റ് സെൽഫ്, നോട്ട് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡേഴ്സിന്റെ അസറ്റുകളൊക്കെ ഷെയർ ഹോൾഡേഴ്സിന്റെ, കമ്പനീൻ്റെ ഒക്കെ കമ്പനി. അൻ്റെതൊക്കെ എൻ്റെത്, ഇൻ്റെതൊക്കെ ഇൻ്റെത് എന്നുള്ള നയമാണ് ആർക്കുള്ളത്? നമ്മുടെ കമ്പനിക്കുള്ളത്. കമ്പനീൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ സെപ്പറേറ്റ് ആയിരിക്കും. അത് ആർക്ക് അവകാശപ്പെട്ടതല്ല? ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതല്ല. അതാണ് മറ്റൊരു പ്രത്യേകത. ലാസ്റ്റ് വൺ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. അതായത്
ഒരു പബ്ലിക് കമ്പനിക്കാണ് ജനറലി എന്ത് ചെയ്യാൻ പറ്റുക, ഷെയർസ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. അതായത് എനിക്ക് എൻ്റെ കയ്യിൽ 10 ഷെയർസ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ 10 ഷെയർസ് മറ്റൊരാൾക്ക് വിൽക്കാൻ സാധിക്കും. ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. അതാണ് അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ് പറഞ്ഞത്, ലാർജ് ക്യാപിറ്റൽ. അതായത് ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയുന്ന എത്രയാണോ ക്യാപിറ്റൽ അതുവരെ ഷെയർസോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സോ പ്രിഫറൻസ് ഷെയർസോ ഏതെങ്കിലുമൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് ജനറൽ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. അതാണ് മറ്റൊരു. ഇത് ഒരു പാർട്ട്ണർഷിപ്പിനോ അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനോ ഒന്നും സാധിക്കില്ല, കമ്പനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇതാണ് ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കമ്പനിയുടെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ, ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളൂ, കൂടുതൽ കാലം എക്സിസ്റ്റൻ്റ് ചെയ്യും, നല്ല മാനേജ്മെൻറ്റ്, ഈസി ആയിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യുക, ഗ്രേറ്റർ പബ്ലിക് കോൺഫിഡൻസ് കിട്ടും. പക്ഷെ ലിമിറ്റേഷനും ഉണ്ട്. എന്താ, ഒന്ന് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്, ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, ലാക്ക് ഓഫ് സീക്രസി കുറവായിരിക്കും, സ്ലോ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. അതായത് 1000 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 1000 മെമ്പേഴ്സിൻ്റെ അടുത്തും പോയിട്ട് 1000 മെമ്പേഴ്സിൻ്റെ ജനറൽ ബോഡിയൊക്കെ കൂടിയിട്ട് വേണ്ടി വരും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഇതാണ് കമ്പനി എന്താണ്, കമ്പനീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ള 20 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഞാനിത് കുറച്ച് പോയിന്റ് ആക്കി കൊടുത്തിട്ടുള്ളത് നിങ്ങളിത് എക്സാമിൽ എഴുതുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾ എഴുതുന്ന അറിയാം, നിങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആക്കിയിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ബിസിനസ് എത്തിക്സ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് മേജർ കോമ്പോണൻറ്റ്. എന്താണ് ബിസിനസ് എത്തിക്സ്, എന്താണ് ബിസിനസ് എത്തിക്സിൻ്റെ മേജർ കോമ്പോണൻറ്റ്സ് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ ഈ 2 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ക്ലാസ് കാണാൻ. ക്ലിയർ ആണെന്ന് പറയാം കേട്ടോ. ഈ ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഇതിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇതിൻ്റെ ലൈവ് സെഷനിൽ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് പേര് തിരക്കാണെന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം നിങ്ങൾ ഇത് കൃത്യമായിട്ടിരുന്ന് കാണുക കേട്ടോ. എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡൂയിങ് സംതിങ് ഗുഡ് എന്നുള്ളത് നമുക്ക് പറയാം. സിംപ്ലി പറയുക അല്ലേ, അതായത് നമ്മളുടെ സൊസൈറ്റിയിൽ കുറേ മൊറാലിറ്റിയും കുറേ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക, നമ്മളുടെ എല്ലാത്തിനോടും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത് ഒരു എത്തിക്കൽ ബിഹേവിയർ ആയിട്ട് നമുക്ക് ഹ്യൂമൻസിൻ്റെ കേസിലൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ പ്രിൻസിപ്പിൾസും വാല്യൂസും ഒക്കെ ഉണ്ടായിരിക്കും ഒരു ബിസിനസ് ഇങ്ങനെ വേണം ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മളിപ്പോൾ നമ്മുടെ അഴുക്കുകളൊക്കെ പുഴയ്ക്ക് ഒഴുക്കി വിടാം, പൊല്യൂഷൻ ചെയ്യുക, ആ നാട് കുട്ടിച്ചോറ, അങ്ങനെയല്ല ഒരു ബിസിനസ് ചിന്തിക്കുക. ബിസിനസ്സിന് അതിൻ്റേതായിട്ടുള്ള മോറൽ പ്രിൻസിപ്പിൾസും വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എത്തിക്കൽ പ്രാക്ടീസ് ബിസിനസ് കറക്റ്റായിട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റൂ. അപ്പോഴേ എംപ്ലോയീസിൻ്റെ ഇടയിൽ ട്രസ്റ്റ്, ഇൻവെസ്റ്റേഴ്സിന് ട്രസ്റ്റ്, സൊസൈറ്റിക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ ടുഡേ കോമ്പറ്റേറ്റീവ് ബിസിനസ് എൻവയോൺമെന്റ്, എത്തിക് ഹാസ് ബിക്കം എസെൻഷ്യൽ ഫോർ സ്യൂട്ടബിൾ ഗ്രോത്ത്. കറക്റ്റായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് എത്തിക്സിലെ മേജർ കോമ്പോണൻസ് എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റത്തെ മേജർ കോമ്പോണൻ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്. എന്താണ്? സീനിയർ മാനേജ്മെൻറ്റ് ഷുഡ് ഡെമോൺസ്ട്രേറ്റ് ethical behavior and encourage ethical practice throughout the organization. ഫസ്റ്റ് കോമ്പോണൻറ്റ് പറയുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ സീനിയർ എംപ്ലോയീസ് ഉണ്ടാവും, സീനിയർ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും, അവർ കൃത്യമായിട്ട് ഒരു എത്തിക്കൽ ബിഹേവിയർ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യുകയും അവർ ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷനിൽ ആ എത്തിക്കൽ പ്രാക്ടീസ് നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റത്തെ മേജർ കോമ്പോണൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞത് കോഡ് ഓഫ് എത്തിക്സ്. എന്താണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്? എവറി ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് എ റിട്ടൺ കോഡ് എക്സ്പ്ലെയിൻ അക്സെപ്റ്റബിൾ ആൻഡ് അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ.
അതായത് എല്ലാ ബിസിനസ്സിനും അവരുടേതായിട്ടുള്ള ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കാം, അതും റിട്ടൺ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കാം. എന്തൊക്കെയാണ് അവിടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ ഉള്ളത് എന്നുള്ളതിനെ കൃത്യമായിട്ടുള്ളൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് എവിടെ ഉണ്ടായിരിക്കണം, എല്ലാ ബിസിനസ്സിലും ഉണ്ടായിരിക്കും. അതാണ് ബിസിനസ് എത്തിക്സിൻ്റെ രണ്ടാമത്തെ കോമ്പോണൻ്റ് എന്ന് പറയണത്. നെക്സ്റ്റ് കോമ്പോണൻറ്റ് എത്തിക്കൽ ട്രെയിനിങ് ആണ്. എന്താ എത്തിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദ എംപ്ലോയി ഷുഡ് റിസീവ് എ റെഗുലർ ട്രെയിനിങ് ടു അണ്ടർസ്റ്റാൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്. ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ പല സാഹചര്യങ്ങളിലും പല രീതിയിൽ നിന്നും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജീവിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ബിഹേവിയർ ആവില്ല ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ ബിസിനസ്സിൽ വരുന്ന എല്ലാ എംപ്ലോയീസിനും കൃത്യമായുള്ള എത്തിക്കൽ ട്രെയിനിങ് അഥവാ എത്തിക്സ് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എന്താണ് നമ്മളുടെ ഇവിടുത്തെ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അതായത് എംപ്ലോയി ഷുഡ് റിസീവ് എ റെഗുലർ ട്രെയിനിങ് ടു അണ്ടർസ്റ്റാൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. കൃത്യമായിട്ട് എത്തിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാൻ കൃത്യമായിട്ടുള്ള എന്തുണ്ടാവും, ഒരു കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. അതാണ് മൂന്നാമത്തെ കോമ്പോണന്റ്. നാലാമത്തെ കംപ്ലൈൻറ്റ്സ് മെക്കാനിസം ആണ്. അതായത് ഓർഗനൈസേഷൻ ഷുഡ് എസ്റ്റാബ്ലിഷ് എ സിസ്റ്റം ടു മോണിറ്റർ എത്തിക്കൽ കണ്ടക്ട് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് വയലേഷൻ. അതായത് ഒരു ബിസിനസ്സിൽ കൃത്യമായിട്ട് എന്തുണ്ടാവണം, ഒരു കംപ്ലൈൻറ്റ്സ് മെക്കാനിസം ഉണ്ടാകും. കംപ്ലൈൻറ്റ്സ് മെക്കാനിസം എന്ന് പറയുമ്പോൾ കംപ്ലൈൻറ്റ് ഇടാനല്ല, പകരം ഈ എത്തിക്കൽ കണ്ടക്റ്റ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടായാൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ട അത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതാണ് ബിസിനസ് എത്തിക്സിൻ്റെ നാലാമത്തെ കോമ്പോണൻറ്റ്. അഞ്ചാമത്തെ കോമ്പോണന്റ് എന്ന് പറയുന്നത് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ആണ്. എന്താണ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഉദ്ദേശിക്കുന്നത്? എംപ്ലോയി ഷുഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് എത്തിക്കൽ പ്രാക്ടീസ്. നമ്മുടെ എത്തിക്കൽ പ്രാക്ടീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും എംപ്ലോയീസ് കൃത്യമായിട്ട് അതിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് മറ്റൊരു കോമ്പോണൻറ്റ്. ആ ലാസ്റ്റ് കോമ്പോണൻറ്റ് റിവാർഡ് ആൻഡ് പണിഷ്മെൻ്റ് ആണ്. അതായത് എത്തിക്കൽ ബിഹേവിയർ റിവാർഡ് ചെയ്യപ്പെടണം, ഷുഡ് ബി റിവാർഡഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. അതോടൊപ്പം തന്നെ അൺഎത്തിക്കൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഡിസിപ്ലിനറി മെഷേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുകയും വേണം. അതും എന്താണ് ബിസിനസ് എത്തിക്സിൻ്റെ ഒരു കോമ്പോണൻ്റ് ആണ്. ഇതാണ് ബിസിനസ് എത്തിക്സിൻ്റെ പ്രധാനപ്പെട്ടുള്ള 6 കോമ്പോണൻസ് എന്ന് പറയുന്നത്. ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്, കോഡ് ഓഫ് എത്തിക്സ്, എത്തിക്കൽ ട്രെയിനിങ് ടു എംപ്ലോയീസ്, കംപ്ലൈൻറ്റ്സ് മെക്കാനിസം, എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ആൻഡ് റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, എന്താണ് ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ CSR ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയോ നല്ല ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയെക്കുറിച്ചുള്ള പുറത്തുള്ള എന്തായിരിക്കും, അവിടെയുള്ള ജനങ്ങളുടെ ഒക്കെ മനസ്സിൽ എന്തായിരിക്കും, നല്ല പേരായിരിക്കും. അതായത് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, ബിസിനസ് എത്തിക്കൽ പ്രാക്ടീസ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ബിൽഡ്സ് കസ്റ്റമർ കോൺഫിഡൻസ്, കസ്റ്റമേഴ്സിൻ്റെ കോൺഫിഡൻസ് കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബിസിനസ് എത്തിക്സ് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ്, അവിടെ നമ്മളെ പറ്റിക്കില്ല, അവിടെ എന്തായാലും പോയി വാങ്ങാം, നമ്മൾ തന്നെ പറയാറുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്, ആ ബിസിനസ്സിന് നമുക്ക് അത്രയുള്ള ട്രസ്റ്റ് കൊണ്ടാണ്. പിന്നെ മറ്റൊന്ന് റെഡ്യൂസ് ലീഗൽ പ്രോബ്ലംസ്. നമ്മൾ സൊസൈറ്റിക്ക് ഒന്നും ചെയ്യില്ല, നമ്മൾ എന്താണ് അൺഎത്തിക്കൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കേസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരും, അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഒപ്പം എംപ്ലോയീസിനെ മൊറൈലി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. കാരണം അവർ ചെയ്യുന്ന വർക്കിന് അവർക്ക് അതിനെ റിവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഇൻക്രീസ് ദ എംപ്ലോയീസ് മൊറൈൽ. ആൻഡ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ്. നമുക്ക് ബിസിനസ്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും, അവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, എന്താണ് ബിസിനസ് എത്തിക്സ്, അതിൻ്റെ മേജർ കോമ്പോണൻസ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. എന്താണ് പ്ലാനിങ്, എന്താണ് അതിൻ്റെ നേച്ചർ, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു ബിസിനസ് എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാനിങ് നമ്മൾ ചെയ്യുന്നത്, ഇതാണ് നമുക്കുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്,
ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിറ്റർമൈനിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദം. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, അത് അച്ചീവ് ചെയ്യാനുള്ള ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് പ്ലാനിങ്. എന്താണ് ഡൂയിങ് ഇൻ അഡ്വാൻസ് അല്ലേ, വാട്ട് ടു ഡു ഇൻ അഡ്വാൻസ് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനിക്കുകയാണ് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം, അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജേഴ്സിനെ സംബന്ധിച്ച് ഇറ്റ് റെഡ്യൂസ് ദ അൺസർട്ടനിറ്റി ആൻഡ് പ്രിപ്പയർ ഫോർ ദ ഫ്യൂച്ചർ ചലഞ്ചസ്. അൺസർട്ടനിറ്റി കുറയ്ക്കാനും ഫ്യൂച്ചർ ചലഞ്ചസിന് വേണ്ടി പ്രിപ്പയർ ആവുന്നതിന് വേണ്ടിയിട്ടും എന്ത് ഹെൽപ്പ് ചെയ്യും, പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതാണ് പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമെന്ന് പറയാം. അതാണ് പ്ലാനിങ്. എന്താണ് ഈ പ്ലാനിങ്ങിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്? നോക്കൂ, ഫസ്റ്റത്തെ നേച്ചർ ഓഫ് പ്ലാനിങ്ങിൽ പറയുന്നത് ഇതൊരു ഗോൾ ഓറിയൻറ്റഡ് ആണ് എന്നുള്ളതാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ്. എന്താ നോക്കൂ, പ്ലാനിങ് ഈസ് എ ഡയറക്റ്റഡ് ടുവേർഡ്സ് അച്ചീവിങ് ആൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. വെറുതെ അങ്ങോട്ടിരുന്ന് പ്ലാൻ ചെയ്യണോ? അല്ല, എനിക്ക് കൊടൈക്കനാൽ പോകണം അല്ലെങ്കിൽ എനിക്ക് കാശ്മീർ പോകണം, ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്തിനു വേണ്ട, അത് അച്ചീവ് ചെയ്യാൻ വേണ്ട. അതായത് എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതേപോലെ ബിസിനസ്സിന് എന്തുണ്ടായിരിക്കാം, ഈ വർഷം അല്ലെങ്കിൽ ഈ മാസം 600 സെയിൽ നടത്തുകയും 2 കോടി രൂപയുടെ സെയിൽസ് ടേൺ ഓവർ കൊണ്ടുവരികയും വേണം. അത് എൻ്റെ ഒബ്ജക്റ്റീവാണ്, എൻ്റെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവാണ്. അതായത് ബിസിനസ് എന്ന് അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ഒരു മുന്നിൽ ഒരു ഗോൾ ഉണ്ടാവും, അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവും. അത് ഓറിയൻറ്റഡ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. വെറുതെ ആരും പ്ലാൻ ചെയ്യാറില്ല. എന്തിനാണ് നമ്മൾ വെറുതെ പ്ലാൻ ചെയ്യുന്ന ഒരു ആവശ്യമില്ല അല്ലേ, ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. അതാണ് പ്ലാനിങ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റത്തെ കാര്യം. രണ്ടാമത് ഇറ്റ്സ് എ പ്രൈമറി ഫങ്ഷൻ. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഫങ്ഷൻ ആണ്. അതായത് ഏറ്റവും ആദ്യം നമ്മൾ അല്ലെങ്കിൽ നമ്മളല്ല മാനേജ്മെന്റ് ആസ് എ നമ്മളെന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് എന്ന് ഉദ്ദേശിക്കണം കേട്ടോ. ആ ഒരു മാനേജ്മെന്റ് ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. പ്ലാനിങ് നമ്മുടെ ലൈഫിലാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുന്ന മുമ്പേ ആദ്യം ചെയ്യേണ്ട പ്ലാനിങ് ആണ്. ഇറ്റ്സ് ഫോംസ് ദ ബേസിസ് ഫോർ അതേഴ്സ് ഫങ്ഷൻ. മറ്റ് പ്ലാനിങ് കഴിഞ്ഞാലാണ് ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഓർഗനൈസിങ്, അങ്ങനെ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അങ്ങനെ കുറേ കണ്ടിട്ടുണ്ടല്ലോ. ആ ഫങ്ഷൻസ് ഒക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം, പ്ലാനിങ് വേണം. അപ്പോൾ പ്രൈമറി ഫങ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാനിങ് എന്ന് പറയുന്നത് നോട്ട് എ സിംഗിൾ പ്രോസസ്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഞാനേ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ അതേപോലെ നടക്കുമോ? ഇല്ല. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട്, അതിനനുസരിച്ച് പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തണം. അങ്ങനെ കണ്ടീഷൻസും അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളും ഫ്ലെക്സിബിലിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോകുന്നതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്, പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇറ്റ്സ് ആൻ ഇന്റലക്ച്വൽ പ്രോസസ്. എന്താണ് പ്ലാനിങ്? റിക്വയർസ് കെയർഫുൾ തിങ്കിങ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. സോ ഇറ്റ്സ് എ ഇന്റലക്ച്വൽ പ്രോസസ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഇന്റലക്ച്വൽ പ്രോസസ് ആണ്. കാരണം എന്താണ്, ചിന്തിക്കണം, ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കണം, ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു ഇന്റലക്ച്വൽ പ്രോസസ് ആണ്. അതാണ് പ്ലാനിങ്ങിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിളിലെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. +2 നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. BCOL 138 ക്ലാസ് ഉണ്ടാവുമോ? ഐ തിങ്ക് BCOL എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്ലാസ് ചെക്ക് ചെയ്യണം. നമുക്കത് ഉണ്ടാവാൻ വളരെയധികം ചാൻസ് കുറവാണ്. നമുക്കുള്ളൊരു പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ആണ്. ഇറ്റ്സ് പ്രൊവൈഡ് ഡയറക്ഷൻ ടു എംപ്ലോയ്. എങ്ങനെ ചെയ്യണം, എന്ത് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ളത് ആര് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ഈ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ്, ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഏതിലൂടെയാണ്? ഈ പ്ലാനിങ്ങിലൂടെയാണ്. നെക്സ്റ്റ് റെഡ്യൂസ് അൺസർട്ടിനിറ്റി ആൻഡ് റിസ്ക്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ മനസ്സിലാക്കും ജൂലൈ മാസത്തിൽ നല്ല മഴ വരാനും നമ്മളുടെ ബിസിനസ് ഡൗൺ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം, അത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യണം. അൺസർട്ടനിറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ റിസ്ക്കുകൾ. അതുകൊണ്ട് തന്നെ ഈ റിസ്ക് ഒക്കെ നമുക്ക് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിനെ അവിടെ എങ്ങനെ മീറ്റ് ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ മാക്സിമം അതിൽ ആ അൺസർട്ടനിറ്റിയും റിസ്കിൻ്റെ ആഴവും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതാണ് മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയണത്. നെക്സ്റ്റ് പ്രൊമോട്ട് എഫിഷ്യൻ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് റിസോഴ്സസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ഹെൽപ്പ് ചെയ്യും? പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. അതാണ് മറ്റൊന്ന്.
നെക്സ്റ്റ് ഇംപ്രൂവ് കോർഡിനേഷൻ എമോങ് ഡിപ്പാർട്ട്മെന്റ്. അതായത് പ്ലാനിങ് ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ എല്ലാവരും വർക്ക് ചെയ്തു പോകുന്നത്, കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ട്, ഓരോ സമയത്ത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം, എന്ത് വർക്ക് ചെയ്യണം, എപ്പോൾ ഔട്ട്കം കൊടുക്കണം, ഇതെല്ലാം കറക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. പിന്നെ കൺട്രോൾസ്, അതായത് ഇറ്റ് ഫെസിലിറ്റേറ്റ് കൺട്രോൾ ബൈ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്. നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ടാവും, അതിനൊരു ഓപ്പറേഷൻ പ്രൊസീജിയർ നമ്മൾ പ്ലാനിങ്ങിലൂടെ സെറ്റ് ചെയ്തു. അപ്പോൾ അതായത് സ്റ്റാൻഡേർഡ്സ് കിട്ടി, അതും ആക്ച്വലി വെച്ചിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാനും എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിന് കൺട്രോൾ എടുക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്നോവേഷനെയും ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിനെയും എന്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്? പ്ലാനിങ് ഇംപ്രവൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്നു. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസിന്റെ ഗോള് അഥവാ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. ഇതാണ് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യനും നമ്മളിവിടെ കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 5th ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ആൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ? എന്താണ് ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ? ആൻഡ് ഹൗ ക്യാൻ മാനേജർ യൂസ് ടു അച്ചീവ് ദ അഡ്വാൻറ്റേജ്? ഓക്കെ, എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഹൗ ക്യാൻ മാനേജർ യൂസ് ഇറ്റ് ടു ദെയർ അഡ്വാൻറ്റേജ്? എങ്ങനെ മാനേജേഴ്സിന് അവരുടെ ആ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ അവരുടെ അഡ്വാൻറ്റേജിന് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും എന്തായാലും ഫോർമലി രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങൾ ഒരു കൃത്യമായൊരു സ്ട്രക്ചർ ഉണ്ടാവും. പക്ഷെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല. അതായത് ഫോർമൽ സിംപ്ലി പറയുക, ഒരു ഫോർമൽ ഓർഗനൈസേഷൻ നമ്മൾ സാറെന്ന് വിളിക്കും, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് വേണമെന്നില്ല. അപ്പോൾ ബിസൈഡ് ദ ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എംപ്ലോയീസ് ഡെവലപ്പ് എ പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് നോൺ ആസ് ദ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. എല്ലാ ഫോർമൽ ഓർഗനൈസേഷനുള്ളിൽ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ബേസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എക്സിസ്റ്റ് നാച്ചുറലി വിത്ത് എവറി ഓർഗനൈസേഷൻ. നാച്ചുറലി എല്ലാ ഓർഗനൈസേഷനിലും എന്തുണ്ടാവും? നമ്മുടെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. സോ an informal organization is a network of social relationship forward voluntarily among the employees based on friendship, കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഒരു വളണ്ടറിലി ഫോം ചെയ്യുന്ന ഒന്നാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ റിലേഷൻഷിപ്പാണ്, ഒരു നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ കോമൺ ഇൻട്രസ്റ്റോ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോ ഈ കാര്യങ്ങളിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് പറയുക, ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോർമൽ സ്ട്രക്ചർ ഇല്ലാത്ത പേഴ്സണൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്ലെക്സിബിൾ നേച്ചറുള്ള ഒരു ലോങ് സൈഡ് ഓഫ് ദി ഫോർമൽ ഓർഗനൈസേഷൻ ലോങ് സൈഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കും, അവരുടെ സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും, ടീം വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, എംപ്ലോയീസിൻ്റെ മൊറൈൽ അവർക്കിവിടെ നല്ല ഒരു സിറ്റുവേഷൻ ഉണ്ട് വർക്ക് ചെയ്യാന്നുള്ള ആ മൊറൈൽ ഇൻക്രീസ് ചെയ്യാനും മാനേജ്മെൻറ്റിനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, audible bro, maximum question is audible. I think voice is clear for you all. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ നോക്കണം. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഫിൻടെക് ടഫാണോ, ബികോം മാത്സ് ടഫാണോ? ബികോമിലെ മാത്സ് കാര്യങ്ങൾ വലിയ ടഫോ കാര്യങ്ങളൊന്നുമില്ല. ബികോമിൽ ആകെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളും സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് തേർഡ് സെമസ്റ്ററിലൊരു മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗം കൂടുതൽ ഫോക്കസ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. മീൻ, മീഡിയം, മോഡ്, കോറിലേഷൻ, റിഗ്രഷൻ, ടൈം സീരീസ് അനാലിസിസ്, ഫോർകാസ്റ്റിംഗ് ഒക്കെ ഉള്ള സിമ്പിൾ കാര്യങ്ങളെ അതിലുള്ളൂ. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്കും ഇതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ സാധിക്കും ഈ ചൂത്താലിമിൽ ചേർന്നുകൊണ്ട്. ഈ ചൂത്താലിമിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂഷൻസ്, ഷോർട്ട് നോട്ട്, അതും 3 ലെവലിലുള്ള ഷോർട്ട് നോട്ട്സ്, ലൈവ്
ലൈവ് ക്ലാസ്സുകൾ, റിവിഷൻ സെഷൻസിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഇതുപോലുള്ള പ്രിഡിക്ഷൻ സെക്ഷൻസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. HU താലമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. നമുക്ക് സീറ്റ്സ് കാര്യങ്ങൾ പരിമിതമായിട്ടാണ് വരുന്നത്. കാരണം നമുക്ക് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ, എൻക്വയറീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മളുടെ ടീമിന് കാര്യങ്ങൾ നന്നായിട്ട് പഠിപ്പിച്ച് പാസ്സാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന ലിമിറ്റഡ് സീറ്റ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. സെക്കൻഡ് ഇയറിലോട്ടുള്ള അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഈ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഹൗ ദ മാനേജ്മെൻറ്റ് യൂസ് ദ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു കാര്യം. അതായത് ശരിക്കും ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ നിൽക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കും പോവുക. അവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഒരു ലിങ്കേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ എന്താ വെച്ചാൽ എന്താണ് അവരുടെ റിയൽ പൊട്ടൻഷ്യൽ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കും. അതിന് നമുക്ക് സൊല്യൂഷൻ വെച്ചുകൊണ്ട് അവരെ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫോർമൽ ഓർഗനൈസേഷൻ മാനേജേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇൻഫോർമൽ ലീഡേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരൊപ്പം നിർത്താനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാനേജേഴ്സ് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് ഉപയോഗിക്കാറുണ്ട്. എംപ്ലോയിയുടെ റെസിസ്റ്റൻസ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ മാനേജറൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നല്ല കമ്പനി കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മാനേജർ കാര്യം പറയുമ്പോൾ അതിൽ റെസിസ്റ്റൻസ്, അതിൽ തടസ്സം പറയുന്നതൊക്കെ മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവർക്ക് മോട്ടിവേഷൻ കിട്ടും. ഇവിടെ നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്, എൻ്റെ ഫാമിലി പോലെയാണ്, ഇവിടെ എനിക്ക് നിന്ന് പോകാൻ സാധിക്കും എന്നുള്ളൊരു ഫീൽ വരും. അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ, അവിടോട്ട് വീണ്ടും എന്നും ജോലിക്ക് വരാനുള്ളൊരു മോട്ടിവേഷൻ ഫാക്ടർ ആവും. പിന്നെ ഒബ്റ്റെയിൻ ക്വിക്ക് ഫീഡ്ബാക്സ്, എന്തെങ്കിലും ഫീഡ്ബാക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന വേണ്ട സമയത്ത് അത് ക്വിക്കായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, എംപ്ലോയീസുമായിട്ട് ബെറ്റർ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മാനേജ്മെൻറ്റിനെ എന്ത് ഹെൽപ്പ് ചെയ്യും, ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളൊരു ഫോർമൽ വേയിലൂടെ പോയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇൻഫോർമൽ വേസിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് നല്ലതുമാണ്. ചില രീതിയിൽ നോക്കുമ്പോൾ ഗോസിപ്പുകളും ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുമ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പക്ഷെ ഒരു ബിസിനസ്സിൽ അതിൻ്റെ മാനേജേഴ്സ് വിചാരിച്ചാൽ നല്ല രീതിയിൽ ഈ ഇൻഫോർമൽ ഓർഗനൈസേഷനെ കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ എന്തെന്ന് പറയുന്നത്, പ്രത്യേകതകളെന്ന് പറയുന്നത്. പക്ഷേ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഇമ്പോർട്ടൻസ് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, റൂമറസ് ആൻഡ് മിസ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സർക്കിൾ ഉണ്ട് വിചാരിക്കാം, ഒരാൾക്ക് ഒരു മിസ്ഇൻഫർമേഷൻ കിട്ടി, അത് പെട്ടെന്ന് അവിടെ സ്പ്രെഡ് ആവും, ക്യുക്കായിട്ട് കാര്യങ്ങൾ സ്പ്രെഡ് ആവാൻ കാര്യങ്ങളാവും. അപ്പോൾ പിന്നെ ചില സമയത്ത് ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യും, ഈ ഇൻഫോർമൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് മാനേജ്മെൻറ്റിനെതിരെ തിരികെയും ചേഞ്ചസിനോട് കാര്യങ്ങളൊക്കെ റെസിസ്റ്റ് ചെയ്യും. ഗ്രൂപ്പുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ്, ഡിഫറെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് കാരണമാവും, അക്കൗണ്ടബിലിറ്റി ലാക്ക് ചെയ്യാനും കാരണമാവും. ഇതൊക്കെ എന്താണ്, നമ്മളുടെ ഈ ഒരു തരത്തിലുള്ള ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ മാക്സിമം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് കേട്ടോ. അതായത് അവിടെ എന്തിന് പ്രോത്സാഹിപ്പിക്കില്ല, ഈ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അവരവിടെ പ്രോത്സാഹിപ്പിക്കില്ല. ഓക്കെ.